സുഖമാണ്, ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരും മിടുക്കത്തികളായിട്ടിരിക്കുവാണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ലെസന്റെ പേര്? ദ ഡേയ്സ് ഓഫ് ദി വീക്ക്. നമ്മൾ ഡേയ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ? All of you take your textbook. Please listen here, page number 10, 10. Read the following sentences. First one, Monday comes after Sunday. Monday comes after Sunday. Monday comes before Tuesday. First one, Monday comes after Sunday. Monday വരുന്നത് സൺഡേക്ക് ആഫ്റ്റർ ആണ്. സൺഡേക്ക് ആഫ്റ്റർ ആണ് Monday. Second one, Monday comes before Tuesday. Tuesdayക്ക് ബിഫോർ ആണ്, മുന്നിലാണ്, ബിഫോർ ആണ് Monday. ഓക്കെ? നെക്സ്റ്റ്, fill in the blanks with before or after. ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ ചേർത്ത് ഈ ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്യുക. ഫസ്റ്റ് വൺ, Thursday comes dash Wednesday. Thursday comes after വെനസ്ഡേ. വെനസ്ഡേക്ക് ആഫ്റ്റർ ആണ്, ശേഷമാണ് തേഴ്സ്ഡേ വരുന്നത്. നെക്സ്റ്റ്, ഫ്രൈഡേ കംസ് ഡാഷ് സാറ്റർഡേ. ഫ്രൈഡേ കംസ് ബിഫോർ സാറ്റർഡേ. ഫ്രൈഡേ കംസ് ബിഫോർ. സാറ്റർഡേക്ക് ബിഫോർ ആണ്, ബിഫോറിലാണ്, മുന്നേ, സാറ്റർഡേക്ക് മുന്നിലാണ് ഫ്രൈഡേ. തേർഡ് വൺ, സൺഡേ കംസ് ഡാഷ് മൺഡേ. സൺഡേ കംസ് ബിഫോർ മൺഡേ. Next, Wednesday comes dash Tuesday. Wednesday comes after Tuesday. Tuesdayക്ക് ആഫ്റ്റർ ആണ്, ട്യൂസ്ഡേക്ക് ശേഷമാണ് വെനസ്ഡേ. ട്യൂസ്ഡേ, വെനസ്ഡേ. ഓക്കെ. ദെൻ Thursday comes dash Friday. Thursday comes before Friday. അപ്പോൾ ഫ്രൈഡേക്ക് ബിഫോർ ആണ് Thursday. ഓക്കെ. Thursday comes before Friday. അപ്പോൾ ഇതുപോലെ ഫിൽ ചെയ്യുക. Next, read the following sentences. Today is Monday. Today is Monday. Yesterday was Sunday. Tomorrow is Tuesday. Today is Monday. ഇന്ന് മൺഡേ ആണ്. Yesterday, ഇന്നലെ. Yesterday was Sunday. Yesterday was Sunday. Then tomorrow is Tuesday. നാളെ. Tomorrow is Tuesday. Okay. Fill in the blanks with yesterday, today or tomorrow. എന്നതിനെ യെസ്റ്റർഡേ ആണോ, ടുഡേ ആണോ, ടുമോറോ ആണോ എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്യുക. ടുഡേ ഈസ് ഫ്രൈഡേ. ഇന്ന് ഫ്രൈഡേ ആണ്. ടുഡേ ഈസ് ഫ്രൈഡേ. ഡാഷ് ഈസ് സാറ്റർഡേ. അപ്പോൾ ടുമോറോ ഈസ് സാറ്റർഡേ. അപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ടുമോറോ ഈസ് സാറ്റർഡേ. ദെൻ ഡാഷ് വാസ് വെനസ്ഡേ. യെസ്റ്റർഡേ വാസ് വെനസ്ഡേ. അപ്പോൾ യെസ്റ്റർഡേ ഫ്രൈഡേ. ടുഡേ ഫ്രൈഡേ ആണെങ്കിൽ യെസ്റ്റർഡേ വെനസ്ഡേ. യെസ്റ്റർഡേ വാസ് വെനസ്ഡേ. ഓക്കെ. ഡാഷ് വാസ് വെനസ്ഡേ. യെസ്റ്റർഡേ വാസ് വെനസ്ഡേ. ഡാഷ് ഈസ് തേഴ്സ്ഡേ. ടുഡേ ഈസ് തേഴ്സ്ഡേ. ഓക്കെ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നമ്പർ 1 ഈസ് ഡൺ ഫോർ യു. ഡേയ്സും കൊടുത്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ദെൻ ആക്ടിവിറ്റീസ്. നമ്മൾ ഈ ലെസണിൽ പഠിച്ചിട്ടുള്ള പോയത്തിലുണ്ടായിരുന്ന ഓരോ ഡേയിലും എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അറിയാമല്ലേ? മൺഡേ, മേക്കിംഗ് എ റിങ്. ട്യൂസ്ഡേ, സിങ്. എന്താണ് ആക്ടിവിറ്റി? സിങ്. വെനസ്ഡേ, റീഡ് ആൻഡ് റെസിറ്റ്. തേഴ്സ്ഡേ, ഡ്രോ ആൻഡ് റൈറ്റ്. ഫ്രൈഡേ എന്തായിരുന്നു? ജംപ് ഇൻ ദി യാർഡ്. സാറ്റർഡേ, ലേൺ ലെസൺസ്. സൺഡേ, play and rest. Sunday, play and rest. ഇതുപോലെ നീറ്റായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നീറ്റായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ്, പേജ് നമ്പർ 12. Vocabulary. Complete the names of the days of the week. അപ്പോൾ ഡേയ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ലെസണിലല്ലേ? യെസ്. അപ്പോൾ ഏതൊക്കെയാണ് ഡേയ്സ്? Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. Yes. അപ്പോൾ
ഇവിടെ നോക്കിയേ, ഇവിടെ ഡേയ്സ് ഉണ്ട്, ചില ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ ആ ലെറ്റേഴ്സ് ഏതാണെന്നുള്ളത് ഫില്ല് ചെയ്തതിന് ശേഷം ടീച്ചറിനെ കാണിക്കുക. വളരെ ശ്രദ്ധയോടെ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ? Okay, all of you take your notebooks, fill in the blanks with before or after. After or before ചേർത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ് ടീച്ചർ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, തേഴ്സ്ഡേ കംസ് ഡാഷ് വെനസ്ഡേ. തേഴ്സ്ഡേ കംസ് ആഫ്റ്റർ വെനസ്ഡേ. ഫ്രൈഡേ കംസ് ബിഫോർ സാറ്റർഡേ. സൺഡേ കംസ് ബിഫോർ മൺഡേ. വെനസ്ഡേ കംസ് ആഫ്റ്റർ ട്യൂസ്ഡേ. Thursday comes before Friday. ഓക്കെ, അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ്, fill in the blanks with yesterday, today or tomorrow. Today is Friday. Dash is Saturday. Tomorrow is Saturday. Okay, then second one, dash was Wednesday. Yesterday was Wednesday. Dash is Thursday. Today is തേഴ്സ്ഡേ. ഓക്കെ, യെസ്റ്റർഡേ വെനസ്ഡേ ആകുമ്പോൾ ടുഡേ എന്താണ്? തേഴ്സ്ഡേ ആണല്ലേ? യെസ്. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് ലൈൻ ടച്ച് ചെയ്ത് നീറ്റായിട്ട് നോട്ട്സ് എഴുതി ടീച്ചറിൻ്റെ നോട്ട്ബുക്ക് കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ? ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ആർ യു ഫൈൻ ടുഡേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അല്ലേ? ക്ലാസ്സിന് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും എല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കേണ്ട സമയമാണ്. എല്ലാവരും സെക്കൻഡ് ഡേ പോർഷൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചുവല്ലോ. From today we are going to study the third term portions. Okay, do you know today's date? Today is 4th January 2022. Which day is today? Today is Tuesday. Okay, today we are going to study the third term portions. Our first lesson is good manners and habits. The manners എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റ രീതികൾ അല്ലേ? അപ്പോൾ നല്ല പെരുമാറ്റ രീതികളെ കുറിച്ചും നല്ല ശീലങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. Some hard words are written on the board. Okay, I am going to read it. Please listen here. Number 1, manners. Number 2, politely. Number 3, please. Number 4, respect. Number 5, proper. Number 6, habits. Number 1, manners. M-A-N-N-E-R-S, manners. Number 2, politely. P-O-L-I-T-E-L-Y, politely. Number 3, please. P-L-E-A-S-T, please. Number 4, respect. R-E-S-P-E-C-T, respect. Number 5, proper. P-R-O-P-E-R, proper. Number 6, habits. H-A-B-I-T-S, habits. Let us all of you open your text and take page number 85. Our first lesson is good manners and habits. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മാനേഴ്സ് എന്ന് വെച്ചാൽ പെരുമാറ്റ രീതികൾ അല്ലേ? അപ്പോൾ ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ശീലങ്ങൾ. അപ്പോൾ നല്ല ശീലങ്ങളെക്കുറിച്ചും നല്ല പെരുമാറ്റ രീതികളെക്കുറിച്ചുമാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, 3 pictures are given here. In the first picture, the girl says thank you to the boy. അല്ലേ? ഗേൾ എന്താണ്? ബോയോട് താങ്ക് യു പറഞ്ഞു. എന്താണ് താങ്ക് യു പറഞ്ഞത്? ബിക്കോസ് ദ ബോയ് ഹാസ് ഗിവൺ സം ബുക്സ് ടു ഹർ. ബോയ് അവൾക്ക് കുറച്ച് ബുക്സ് കൊടുത്തു അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് താങ്ക് യു പറഞ്ഞത്. വാട്ട് യു ലേൺ ഫ്രം ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലായത്? വി സേ താങ്ക് യു വെൻ സമ്മോൺ ഗീവ്സ് അസ് സംതിങ് അല്ലേ? ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ അവരോട് എന്താ പറയുന്നത്? താങ്ക് യു. ഓക്കെ, ഇൻ ദ സെക്കൻഡ് പിക്ചർ ദ ഗേൾ സേസ് പ്ലീസ് ഹെൽപ്പ് മീ ടു ദ ബോയ്. അപ്പോൾ ഗേൾ എന്ത് ചെയ്തു? ബോയോട് പറയാണ് ദയവായി എന്നെ സഹായിക്കൂ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് ദർ ആർ സം ബുക്സ് ഓൺ ദ ഫ്ലോർ. ഷീ നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ബോയ് ടു ടേക്ക് ദീസ് ബുക്സ് അല്ലേ? അപ്പോൾ ഈ ബുക്സ് എടുക്കുന്നതിന് അവൾക്ക് ആരുടെ ഹെൽപ്പ് ആവശ്യമാണ്? ബോയുടെ ഹെൽപ്പ് ആവശ്യമാണ്. വാട്ട് യു ലേൺ ഫ്രം ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലായത്? വി സേ പ്ലീസ് വെൻ വി ആസ്ക് സംബഡി ഫോർ സംതിങ് അല്ലേ? അപ്പോൾ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഏത് വേർഡാണ് ഉപയോഗിക്കുന്നത്? പ്ലീസ്. ഓക്കെ,
In the third picture, the girl says sorry to the boy. ഗേൾ എന്താണ് ബോയോട് സോറി പറഞ്ഞു. എന്തിനാ സോറി പറഞ്ഞത്? ബിക്കോസ് ഷീ ഹാസ് ഡൺ സംതിങ് റോങ് അല്ലേ, എന്തോ തെറ്റായിട്ടുള്ള പ്രവൃത്തി അവൾ ചെയ്തു. എന്ത് റോങ് തിങ് അവൾ ചെയ്തത്? ഷീ ഡിഡ് നോട്ട് കവർ ഹർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ്കർച്ചീഫ് വയൽ സ്നീസിങ് അല്ലേ, തുമ്മിയ സമയത്ത് അവൾ എന്ത് ചെയ്തില്ല? ഹാൻഡ്കർച്ചീഫ് കൊണ്ട് അവളുടെ നോസും അതുപോലെ തന്നെ മൗത്തൊന്നും കവർ ചെയ്തില്ല. ഓക്കെ, വാട്ട് ഡു യു ലേൺ ഫ്രം ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലായത്? വി സേ സോറി വെൻ വി ഡു സംതിങ് റോങ് അല്ലേ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? സോറി. ഓക്കെ, താങ്ക് യു, സോറി ആൻഡ് പ്ലീസ് ആർ ഗോൾഡൻ വേർഡ്സ്. താങ്ക് യു, പ്ലീസ്, സോറി ഈ വേർഡ്സിന് നമ്മൾ എന്താ പറയുന്നത്? ഗോൾഡൻ വേർഡ്സ്. ഇറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ് ടു യൂസ് ദീസ് വേർഡ്സ്. ഈ വേർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ എന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദേ ഷോ ദാറ്റ് വി ഹാവ് ഗുഡ് മാനേഴ്സ്. അപ്പോൾ ഈ വേർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗുഡ് മാനേഴ്സിനെയും കാണിക്കുന്നു. വി ലേൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം അവർ പാരൻസ് അറ്റ് ഹോം ആൻഡ് ഫ്രം അവർ ടീച്ചേഴ്സ് ഇൻ സ്കൂൾ. അപ്പോൾ ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? വീട്ടിൽ നമ്മുടെ പാരൻസിൽ നിന്നും അല്ലേ. ഇനി സ്കൂളിലാണെങ്കിലോ ടീച്ചേഴ്സിൽ നിന്നുമാണ് പഠിക്കുന്നത്. ഓക്കെ, സം ഗുഡ് മാനേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ഹിയർ. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്പർ 1, ഫസ്റ്റ് വൺ എന്താണ്? റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ്. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക. ആരെ റെസ്പെക്റ്റ് ചെയ്യുക? എൽഡേഴ്സ്. എൽഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? മുതിർന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മൾ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്പർ 2, ടേക്ക് എ ബാത്ത് ഡെയിലി ആൻഡ് വിയർ ക്ലീൻ ക്ലോത്ത്സ്. എല്ലാ ദിവസവും കുളിക്കുക അല്ലേ. കുളിച്ചിട്ട് എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്? ക്ലീൻ ക്ലോത്ത്സ് അല്ലേ, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നമ്പർ 3, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസവും എത്ര നേരം നമ്മൾ പല്ല് തേക്കേണ്ടത്? ട്വൈസ് അല്ലേ, 2 പ്രാവശ്യം പല്ല് തേക്കുക. എപ്പോഴൊക്കെയാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്? എപ്പോഴൊക്കെയാണ്? രാവിലെ നമ്മൾ എണീച്ചതിന് ശേഷം നമ്മൾ പല്ല് തേക്കാറുണ്ട് അല്ലേ, അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേ. പിന്നെയോ രാത്രി നമ്മൾ ആഹാരം എല്ലാം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ പല്ല് തേക്കാറുണ്ടല്ലേ. ദെൻ ഈറ്റ് മീൽസ്, സ്റ്റഡി ആൻഡ് പ്ലേ അറ്റ് പ്രോപ്പർ ടൈം. അപ്പോൾ ആഹാരം കഴിക്കുന്നതും അതുപോലെ പഠിക്കുന്നതും കളിക്കുന്നതും എല്ലാം അതാത് സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ തന്നെ എണീക്കുക. കീപ് യുവർ സ്കൂൾ ആൻഡ് ഹൗസ് ക്ലീൻ. അപ്പോൾ നമ്മുടെ വീട് ആണെങ്കിൽ നമ്മളെല്ലാവരും നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സ്കൂളും നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. സ്പീക്ക് പൊളൈറ്റ്ലി ടു എവരി വൺ. എല്ലാ പേരോടും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? പൊളൈറ്റ്ലി അല്ലേ, മാന്യമായിട്ട് സംസാരിക്കുക. അതായത് ആരോടും ഷൗട്ട് ചെയ്യരുത്, അവർക്ക് സംസാരിക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡു നോട്ട് വാച്ച് ടി വി ഫോർ ടു ലോങ്. കൂടുതൽ സമയം ടി വി കാണരുത്. എന്താ അങ്ങനെ പറയുന്നത്? എന്താണ്? നമുക്ക് ഓരോ ദിവസവും ടി വി കാണുന്നതിനൊരു നിശ്ചിത സമയമുണ്ട് അല്ലേ. അത് കഴിഞ്ഞാലോ അത് നമ്മുടെ കണ്ണുകളെയാണ് എന്താണ് കൂടുതൽ സമയം ടി വി കാണുന്നത് നമ്മുടെ കണ്ണിനെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ലെറ്റ് us move on to the notebook. All of you open your notebook. First you write the lesson's name, then write today's date. Okay, please listen the hard words. Manners, MANNERS, manners. Politely, POLITELY, politely. Please, PLEASE, please. Respect, RESPECT, respect. Proper, PROPER, proper. Then habits, HABITS, habits. All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children. Good morning my dear butterflies. How are you? All are fine? Yes, എല്ലാവരും ഹാപ്പി ആയിട്ട് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണല്ലേ? Yes,
എൻ്റെ മിടുക്കന്മാരും മിടുക്കത്തികളെല്ലാം റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുവാണ്. അപ്പോൾ ടീച്ചർ ഇന്ന് ഒരു ന്യൂ ലെസൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടേം 3 ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ ആണ് കേട്ടോ. മണി എന്നാണ് ആ ലെസന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാശിന്റെ വിലയൊക്കെ അറിയാമല്ലേ? നമ്മൾ കടയിൽ പോകുമ്പോഴോ നമ്മൾ ടോയ്സും ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് നമ്മളെ പാരന്റ്സ് കാശ് കൊടുക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? 2 ടൈപ്സ് ഉണ്ട്, കോയിൻസും ഉണ്ട്, കറൻസി നോട്ട്സും ഉണ്ട് അല്ലേ? യെസ്, എല്ലാവർക്കും അറിയാമായിരിക്കും. 10 രൂപ, 50 രൂപ, 100 മണീസ് ഒക്കെ നമ്മൾ കണ്ടിട്ട്. കോയിൻസ് ആണെങ്കിൽ എന്താണ്? 1 റുപ്പീസിന്റെ, 2 റുപ്പീസ്, 5 റുപ്പീസ്, 10 റുപ്പീസിന്റെ കോയിൻസ് ഒക്കെ ഉണ്ട് അല്ലേ? യെസ്, അപ്പൊ ടീച്ചർ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ? 100 റുപ്പീസ് ആണ് അല്ലേ? നോക്കിയേ, അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, ഇതാണെങ്കിലോ ഇത് 500. ഓക്കെ, അപ്പൊ ഇതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർ എന്ത് പറയുക? അമ്മമാരുടെ പാരന്റ്സിനോടൊക്കെ പറയുക, അവരെടുത്ത് കാണിച്ചു തരും. ഓക്കെ, കോയിൻസും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കോയിൻസ് നോക്കിയേ. യെസ്, 2 റുപ്പീസ് കോയിൻസും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ എല്ലാവരും ഇരിക്കുക. എന്താണെന്ന് ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് ബാക്കി പറഞ്ഞു തരാം. ഓക്കെ, Okay, all of you take your textbook, page number 49. Okay, and you listen. Money. Money is found as currency notes and coins. In India, currency notes are called rupees. Okay, write as rupees inde symbol ആണ് കൊടുത്തേക്കുന്നത്. The coin are called paisa. അപ്പോൾ കറൻസി നോട്ട്സിനെ റുപ്പീസ് എന്നും കോയിൻസിനെ പൈസ എന്നും എഴുതുന്നു. പൈസ എന്നും പറയുന്നു. റിട്ടൺ ആസ് പി, സ്മാൾ ലെറ്റർ പി. ഓക്കെ, കറൻസി നോട്ട്സ്. Every currency note has its value written on it both in numbers and in words. Okay, currency notes in the pictures ആണ് 2000 rupees or 2000. Okay, symbol ശ്രദ്ധിക്കുക. Then 500 rupees or 500 കണ്ടോ സിമ്പിൾ. ഇവിടെ നോട്ട്സിൽ നോക്കിയാലും കാണാൻ കഴിയും. ഓക്കെ, കണ്ടോ 2000 rupees, 500 rupees, 100 rupees, 100, 100. Then 50 rupees, 20 rupees, 10 rupees. Okay, 5 rupees, 2 rupees, 1 rupee. Okay, next coins. Every coin has its value written on it. Okay, എല്ലാ കോയിൻസിലും എന്താണ് ആ കോയിൻസിൻ്റെ വാല്യൂ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 10, 5, 2 ഇങ്ങനെ കോയിൻസ്. 1 rupee, 1 കോയിൻ, ഒരു രൂപയുടെ കോയിൻ കണ്ടിട്ടുണ്ട്, 5ൻ്റെ കണ്ടിട്ടുണ്ട്, 10ൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, earlier coins of smaller values like 50 paisa, 25 paisa, 20 paisa and 10 paisa were also available. Okay, 50 paisa, 25 paisa, 20, 10. Okay, അപ്പോൾ നമ്മൾ കറൻസി നോട്ട്സും കോയിൻസും പഠിച്ചു കഴിഞ്ഞു. ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ അറിയാം. ഇസ് ദെൻ നെക്സ്റ്റ് കൗണ്ടിങ് മണി. To count money, symbol add the numbers written on the coins and the currency note to find the total. Okay, ഇവിടെ 2 rupees plus 1, 2 plus 1 തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയിട്ട് ആ സിമ്പിൾ ഇട്ട് കൊടുക്കുക. 2 plus 1, 3 അല്ലേ? 2 plus 1, 3. അപ്പോൾ 3 rupees. Then 50 കോയിൻ ആണല്ലേ? 50 പൈസ, 25 പൈസ. അപ്പോൾ 50 plus 25 തന്നിരിക്കുന്ന 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. ദെൻ പൈസ സിമ്പിൾ, ആ പൈസ പി എഴുതുക. അപ്പോൾ 75 പി പൈസ. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് മണി. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് ദി ഗിവൻ കോയിൻസ് ആൻഡ് നോട്ട്സ്. നോക്കിയേ, ഇവിടെ കോയിൻസും നോട്ട്സിൻ്റെയും പിക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക കോയിൻസ് ഏതാണ്, അതിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 10, 10. അപ്പോൾ ഇവിടെ ഈ കോളം എന്ത് എഴുതണം? 10 പൈസ. നെക്സ്റ്റ് 25, 25 പൈസ. ദെൻ
നെക്സ്റ്റ് നോട്ടാണല്ലേ, കറൻസി നോട്ട് 50. ആ നോട്ടിൽ നോക്കിക്കേ 50 എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ 50 റുപ്പീസ്. ഇത് ഏത് നോട്ടാണ്? 20 ആണല്ലേ, 20 റുപ്പീസ്. അപ്പോൾ 20 റുപ്പീസ്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുക നോട്ട്സ്. അതിനുശേഷം ഇത് ഫില്ല് ചെയ്ത് ടീച്ചറിനെ കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദി ഫോളോയിങ്. നോക്കിയേ ഇവിടെ 2000 റുപ്പീസ്, 20 പൈസ, 2 റുപ്പീസ്, 500 റുപ്പീസ്, 50 പൈസ, 10 റുപ്പീസ്. ഇത്രയും തന്നിട്ടുണ്ട്. അതിൽ ABCDEF എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് 2000 റുപ്പീസ് ഏതാണെന്നുള്ളത് മാച്ച് ചെയ്യുക. അങ്ങനെ ഓരോന്ന് നോക്കി മാച്ച് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ചിൽഡ്രൻ, ഹോളിഡേയ്സ് കഴിഞ്ഞു, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു, പിന്നെ ഹാപ്പി എല്ലാവരും ഇരിക്കുകയാണ്. നമുക്കിനി തേർഡ് ടേം ആണ് പഠിക്കേണ്ടത്, മലയാളം. ഓക്കെ, പിന്നെയോ പുതിയ വർഷം നമ്മൾ വെൽക്കം ചെയ്തു അല്ലേ? ഓക്കെ ചിൽഡ്രൻ, നമുക്ക് തേർഡ് ടേം കണ്ടിന്യൂഷൻ ആണ്, നെക്സ്റ്റ് ലെസൺ ആണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പഠിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റിൽ ആരും നോക്കണ്ട, ഇത് പഠിക്കേണ്ടത് എഴുതിയിട്ടേക്കുവാണ് ബോർഡിൽ. ഓക്കെ, പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ഓക്കെ ചിൽഡ്രൻ, പാഠം 26 പീഠം. പാഠം 26 പീഠം. ഡ കുടം, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഠക്ക, ന വീണ. ഡ കുടം, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഠക്ക, ന വീണ. Once more to reading. Da kudam, tha pitham, da garudan, tha thakka, na veena. നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. Take your text, page number 42, പാഠം 26. പീഠം. ഠ മുടി, ഡ കുടം, ഡ ഠ പീഠം, ഡ ഡപ്പി, ഡ ഗരുഡൻ. പീഠം ഠ പീഠം, ഠ മിഠായി, ഠ ഠാലം, ഠ ഠക്ക, ന അരണ, ന വീണ. Once more to reading. ഡ മുടി കുടം, ഠ പീഠം മിഠായി, ഡ ഡപ്പി ഗരുഡൻ, ഠ ഠക്ക താലം, ന അരണ വീണ. മുടി വൃത്തിയായി ചീകി നടക്കുക. ഗരുഡൻ ഉയരത്തിൽ പറക്കുന്നു. വീണ ഒരു സംഗീത ഉപകരണം. നാടോടുമ്പോൾ നടുവിലോടോടുക. All of you take your notebook, write today's date and day. പാഠം 26 പീഠം. ഡ കുടം, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഠക്ക, ന വീണ. Once more reading, please listen. ഡ കുടം, ഠ പീഠം, ഡ ഗരുഡൻ, ഠ ഠക്ക, ന വീണ. റൈറ്റ് 5 times. ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ടും തെറ്റില്ലാതെ 2 ലൈൻ ടച്ച് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.